ഓണം ഇങ്ങെത്താറായി. ഓണത്തിന് സദ്യ നിർബന്ധമാണ്. സദ്യ പൂർത്തിയാവണമെങ്കിൽ പായസവും വേണം. അപ്പോൾ ഒരു കടലപ്പരിപ്പ് പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു ഗ്ലാസ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനിയാക്കി അരിച്ച് മാറ്റി വയ്ക്കാം. കടല നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് നെയ്ക്ക് വെള്ളം ഒഴിച്ച് ഒരു 4-5 വിസിൽ അടിക്കുന്ന കണക്കിന് വയ്ക്കാം. ഇപ്പോൾ വിസിലൊക്കെ അടിച്ച് ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇതേ നമ്മുടെ കടലപ്പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഉടച്ചെടുത്തു. ഇനി അതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് നന്നായി മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് ജീരകപ്പൊടിയും 2 ഏലക്ക ഒന്ന് തൊലി പൊളിച്ച് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്ക പൊടിച്ചതോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് നിങ്ങളുടെ ആവശ്യത്തിന്. അതിലേക്ക് 2ാം പാലും കൂടി ഒഴിച്ചു. ഇനി അതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും 1ാം പാലും കൂടി ചേർത്തു. ഇനി നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് നെയ്യിലാദ്യം നമുക്ക് ഒരല്പം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും അതോടൊപ്പം തന്നെ മുന്തിരിയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തത് നമ്മുടെ പരിപ്പിലേക്ക് ചേർത്തിളക്കി കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് പായസം റെഡിയാണ്. സിമ്പിളാണ്, എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.